കൊട്ടിഘോഷിച്ച് കോടികൾ മുടക്കി ശബരിമലയെ വികസിപ്പിക്കാൻ എന്ന പേരിൽ അയ്യപ്പന്റെ പേരിൽ നേരിടേണ്ടി വന്ന നഷ്ടങ്ങൾക്ക് പ്രായശ്ചിത്തം എന്ന നിലയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം സർക്കാർ പ്രതീക്ഷിച്ചതുപോലെ തിളക്കമാർന്നതായില്ല. യഥാർത്ഥ ഭക്തർ കൈയഴിഞ്ഞപ്പോൾ യുവതീ പ്രവേശന സമയത്ത് ഭിന്ന നിലപാട് സ്വീകരിച്ച ഹൈന്ദവ സമുദായ സംഘടനാ നേതാക്കളെ അയ്യപ്പ സംഗമത്തിൽ എത്തിക്കാൻ കഴിഞ്ഞത് മാത്രമാണ് നേട്ടം. ഒഴിഞ്ഞ കസേരകൾക്ക് മുന്നിൽ ശബരിമല മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്ത് ദേവസ്വം ബോർഡ് ചാരിതാർത്ഥ്യമടഞ്ഞു. ഉദ്ഘാടനം കെങ്കേമം, കസേരകൾ നിറയ്ക്കാൻ സംഘാടകർ കുറച്ച് ബുദ്ധിമുട്ടിയെന്ന് മാത്രം. വെള്ളാപ്പള്ളിക്കൊപ്പം ഒരേ കാറിൽ വന്നിറങ്ങി മുഖ്യമന്ത്രി, NSS, KPMS പ്രധാന നേതാക്കളും വേദിയിൽ, മന്ത്രിമാരും തമിഴ്നാട്ടിലെ 2 മന്ത്രിമാരും. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ശരണം വിളിയോടെ തുടക്കം. ഉപനിഷത്തും ഗീതയും ഉദ്ധരിച്ച് തത്വമസിയുടെയും ഹരിവരാസനത്തിന്റെയും പ്രാധാന്യം എടുത്തു പറഞ്ഞ് ഭക്തർക്കൊപ്പം എന്ന സന്ദേശം നൽകി മുഖ്യമന്ത്രി. ശബരിമലയെ വിവാദ കേന്ദ്രം ആക്കാനല്ല, വികസനത്തിനായി ഒരുമിക്കണമെന്ന് വെള്ളാപ്പള്ളി. എല്ലാവരുടെയും നാവിൽ ഒരേ ഒരു മന്ത്രം: ശബരിമലയിൽ കല്ലും മുള്ളും താണ്ടിയെത്തുന്ന ഭക്തർക്ക് സുഖദർശനം. ഉദ്ഘാടന സദസ്സ് നിറച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മാത്രമല്ല, മറ്റ് ദേവസ്വം ബോർഡുകളിലെയും ജീവനക്കാരെ കൂടി ഉൾപ്പെടുത്തി. സർക്കാരിന്റെ മറ്റു വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ശബരിമലയ്ക്ക് വേണ്ടി സദസ്സിൽ ഇടം നേടി. അയ്യപ്പ സംഗമം എന്നതിനേക്കാൾ ശബരിമലയ്ക്കായുള്ള ഒരു ജനകീയ സദസ്സ് എന്ന് പറയാം. ഇതിനാണ് സർക്കാർ കണക്കനുസരിച്ച് 7 കോടി മുടക്കിയത്. സർക്കാരിന്റെ സകല സംവിധാനങ്ങളും രാപകൽ പമ്പയിൽ കേന്ദ്രീകരിച്ചു. അയ്യപ്പ സംഗമം കഴിയുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. എന്തുകൊണ്ടാണ് ശബരിമല വിശ്വാസികൾ അയ്യപ്പ സംഗമത്തോട് മുഖം തിരിച്ചത്? 5000-ഓളം ആളുകൾ പമ്പയുടെ തീരത്ത് ഒത്തുചേർന്നിട്ടും ശബരിമല വികസനത്തിനായുള്ള ചർച്ചകളിൽ പരമാവധി 650 പേർ മാത്രം പങ്കെടുത്തത്. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നവരെ കുറിച്ച് പറഞ്ഞ കണക്കുകൾ തെറ്റായിരുന്നില്ലേ? ശബരിമലയിലെ സർക്കാരിന്റെ ആത്മാർത്ഥതയിൽ അയ്യപ്പ വിശ്വാസികൾക്ക് ഇപ്പോഴും അവിശ്വാസമാണോ? ഇതുവരെ നടപ്പാക്കും എന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതലായി ഏത് കാര്യമാണ് ചർച്ച ചെയ്തത്? യുവതീ പ്രവേശന കാര്യത്തിൽ എന്തിനാണ് സർക്കാർ ഇപ്പോഴും നിലപാട് മറച്ചുവെക്കുന്നത്? അയ്യപ്പ സംഗമം അയ്യപ്പന്മാർ കൈവിട്ടെങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഹൈന്ദവ സമുദായ സംഘടനകൾക്ക് വിശ്വസിക്കാവുന്ന നേതാവ് എന്ന പ്രതീതി ഉണ്ടാക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു. രാഷ്ട്രീയ നേട്ടമായി ഇതിനെ കാണാം. UDFും BJPയും സംഘ് പരിവാർ സംഘടനകളും ഉയർത്തുന്ന വിമർശനങ്ങളെ ഈ രീതിയിൽ ചെറുക്കാനുമായി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം ഉപയോഗപ്പെടുത്താനും സർക്കാരിന് കഴിഞ്ഞു. അതിനുമപ്പുറം ശബരിമലയ്ക്ക് എന്തു ഗുണം എന്ന് ചോദിച്ചാൽ കരിമല കയറ്റം കഠിനമെൻ്റെ അയ്യപ്പ എന്ന് മാത്രം.